പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ ധന്യ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഞാൻ ക്രിസ്തുവിൽ സ്നേഹിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും ഒന്നാം മാസത്തിൻ്റെ 16-ാമത്തെ പ്രഭാത വന്ദനം കൂടെ അറിയിക്കുന്നു. ലോകമെമ്പാടുമായിരുന്നു കൊണ്ട് ഈ പ്രഭാതവും ഈ വചന സന്ദേശം ശ്രവിക്കുന്ന എല്ലാ ദൈവദാസന്മാർക്കും എൻ്റെ ഹൃദയത്തിൻ്റെ ആഴമേറിയ സ്നേഹത്തെയും വന്ദനത്തെയും നന്ദിയും ഒപ്പം പ്രാർത്ഥനയും അറിയിക്കുന്നു. പ്രാർത്ഥനയോടുകൂടെ ഈ പ്രഭാതവും വചന സന്ദേശത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. 55-ാം സങ്കീർത്തനക്കാരൻ പാടുന്നു, നിന്റെ ജനം നിന്നിൽ ആനന്ദിക്കേണ്ടതിന് നീ ഞങ്ങളെ വീണ്ടും ജീവിപ്പിക്കുകയില്ലയോ. സന്തോഷം നഷ്ടപ്പെടുമ്പോഴാണ് മനുഷ്യർക്ക് നിരാശയുണ്ടാകുന്നത്. നിരാശ അധികമാകുമ്പോൾ അത് ജീവിതത്തിൻ്റെ താളം തെറ്റിക്കും. ശാരീരിക അസ്വസ്ഥതകളും രോഗങ്ങളും ഭക്ഷണത്തോടുള്ള മടുപ്പും തുടങ്ങി പല പ്രശ്നങ്ങൾക്കും അത് കാരണമാകും. ക്രമാതീതമായ നിരാശ ജീവിതത്തെ കീഴ്പ്പെടുത്തുമ്പോൾ പലരും ആത്മഹത്യയിലേക്ക് വരെ ചെന്നെത്തിയെന്നും വരാം. സന്തോഷമില്ലാത്ത വ്യക്തികളോടും സമൂഹങ്ങളോടും കൂടെ സഹവസിക്കുന്നതും അടുത്തിടപഴകുന്നതും വളരെ അസ്വസ്ഥത ഉണ്ടാക്കുന്ന കാര്യമാണ്. സങ്കീർത്തനക്കാരൻ പാടുന്നത് ഇങ്ങനെയാണ്, ഞാൻ സമാധാനപ്രിയനാകുന്നു, ഞാൻ സമാധാനദോഷിയോടുകൂടെ പാർക്കുന്നത് എനിക്ക് മതിയായി. അവൻ എപ്പോഴും സമാധാനം ഇഷ്ടപ്പെടുന്ന ഒരു ദൈവവൈതൽ സമാധാനദോഷിയോടുകൂടെ അല്ലെങ്കിൽ സമാധാനത്തെ നഷ്ടപ്പെടുത്തുന്ന വ്യക്തികളോടും സമൂഹങ്ങളോടും ജീവിക്കുന്നത് എപ്പോഴും അപകടകരമായിരിക്കും. അങ്ങനെയുള്ള കുടുംബങ്ങൾക്കും സമൂഹങ്ങൾക്കും സമാധാനം ഉണ്ടാവുകയുമില്ല. സന്തോഷം വർദ്ധിപ്പിക്കുവാനുള്ള പല മാർഗങ്ങളും മനുഷ്യൻ ഓരോ ദിനവും അന്വേഷിച്ചു കൊണ്ടേയിരിക്കുന്നു. സന്തോഷത്തിൻ്റെ പിന്നാലെ പോകുന്ന പലരും വഞ്ചിക്കുകയും വഞ്ചിക്കപ്പെടുകയും ചെയ്ത് ഉള്ള സന്തോഷവും സമാധാനവും കൂടെ നഷ്ടപ്പെടുത്തുന്നു. മനുഷ്യർ ആനന്ദത്തിനായി കണ്ടെത്തുന്ന വഴികൾ എല്ലാം തന്നെ പല ചതിക്കുഴികളുമായി തീരുന്നു. മനുഷ്യർ എപ്പോഴും ഉല്ലാസത്തോടെ ഇരിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിലും അത് മിക്കപ്പോഴും നഷ്ടപ്പെടുകയും ചെയ്യുന്നു. തൻ്റെ മക്കൾ എപ്പോഴും സ്വർഗീയ സന്തോഷത്തോടെ ഇരിക്കുവാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ദൈവസന്നിധിയിൽ പലപ്പോഴും സന്തോഷപൂരിതമാണെങ്കിലും സന്തോഷം നിറഞ്ഞതാണെങ്കിലും വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നത് എപ്പോഴും സന്തോഷ പരിപൂർണത ഉണ്ടെന്നാണ്. എന്നാൽ കണ്ണുനീരും ദുഃഖവും വിലാപവും ഒരംശം പോലും ഇല്ലാതെ സന്തോഷ സമൃദ്ധിയാൽ പൂരിതമാണ് ദൈവസന്നിധി. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചാക്കിയ പറുദീസയിൽ ദുഃഖത്തിൻ്റെ കാരണങ്ങൾ ഒന്നും ഇല്ലായിരുന്നു. എന്നാൽ പാപത്തിൻ്റെ ഫലമായിട്ടാണ് മനുഷ്യൻ സന്തോഷം നഷ്ടമാക്കിയത്. എന്നിരുന്നാലും നാം ഈ ഭൂമിയിൽ ആയിരിക്കുമ്പോൾ തന്നെ വീണ്ടും സ്വർഗീയ സന്തോഷത്തിൽ ജീവിക്കുവാനുള്ള എല്ലാ മാർഗങ്ങളും ദൈവം ഒരുക്കിയിട്ടുണ്ട്. എന്നാൽ അനേകർക്കും അത് ലഭിക്കുന്നില്ല, അല്ലെങ്കിൽ അതിനുള്ള മാർഗം അവർ തിരിച്ചറിയുന്നില്ല. ലോക മനുഷ്യരുടെ ആനന്ദം ലൗകിക കാര്യങ്ങളിലാണ്. ചിലർ പണമുണ്ടാക്കുന്നതിലും ഉണ്ടാക്കപ്പെടുന്നതിലും സന്തോഷിക്കുന്നു. ഉണ്ടാക്കിയ സമ്പത്തിൽ അവർ ആനന്ദം കണ്ടെത്തുവാൻ ആഗ്രഹിക്കുന്നു. മറ്റു ചിലർ ജഡത്തിൻ്റെ ഇച്ഛ പ്രവർത്തിക്കുന്നതിൽ സന്തോഷം കണ്ടെത്തുന്നു. ലോകത്തിൽ നമുക്ക് എന്തെല്ലാം ലഭിച്ചാലും നാം ഏതെല്ലാം നിലയിൽ എത്തിയാലും ആത്മാവിൻ്റെ രക്ഷ സാധ്യമായില്ലെങ്കിൽ ഈ ലോക ജീവിതം കൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. ഈ വലിയ രക്ഷ തികച്ചും സൗജന്യമായി ലഭിച്ചതിൽ ഭക്തന്മാർ സന്തോഷിക്കണം. എപ്പോഴും ദൈവമൊരുക്കിയ രക്ഷ പ്രാപിപ്പാൻ കഴിഞ്ഞാൽ സ്തോത്രം, അതിൽ കഴിയാതിരുന്നാലും ഹല്ലേലൂയ, അത് എന്നും നഷ്ടമായി തീരും. എന്നാൽ ഹന്നയുടെ സന്തോഷം ദൈവിക സമാധാനത്തിലും രക്ഷയിലുമായിരുന്നു. ചുങ്കക്കാരനും പാപിയുമായിരുന്ന സക്കായിയുടെ ഭവനത്തിൽ കർത്താവ് ചെന്നതും അവൻ്റെ വീടിന് കർത്താവ് രക്ഷ വാഗ്ദാനം ചെയ്തതുമായിരിക്കുന്നു എന്ന് നമുക്ക് സക്കായിയുടെ സന്തോഷം സന്തോഷത്തിൽ കൂടെ തിരിച്ചറിയുവാനിടയാകുന്നു. എത്യോപ്യ രാജ്ഞിയുടെ സന്തോഷം കണ്ട് വീട്ടിൽ പോയതിൻ്റെ പിന്നിൽ ദൈവം ഒരുക്കിയ രക്ഷയിൽ തനിക്ക് പങ്കാളിയാകുവാൻ കഴിഞ്ഞു എന്നതിനായിരുന്നു. ലോകത്തിൽ സഞ്ചരിക്കുന്ന എല്ലാവർക്കും സ്വാഭാവിക ജീവനുണ്ട്. ആ ജീവൻ കൊണ്ട് ദൈവത്തിലും ദൈവിക വിഷയങ്ങളിലും സന്തോഷിക്കുവാൻ കഴിയണം. കഴിയുകയില്ല എങ്കിൽ
ദൈവത്തിൽ സന്തോഷിക്കണമെങ്കിൽ ദൈവിക ജീവൻ പ്രാപിക്കണം. ജീവിച്ചിരിക്കുന്ന വ്യക്തിയുടെ പ്രാർത്ഥനയാണല്ലോ നീ ഞങ്ങളെ വീണ്ടും ജീവിപ്പിക്കണം എന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ സ്തോത്രം, ഒരു ആത്മീയ മരണം തൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത് കൊണ്ടാണ് ദാവീദും സങ്കീർത്തനത്തിൽ കൂടെ പാടുവാനിടയാൽ രക്ഷയുടെ സന്തോഷത്തെ എനിക്ക് മടക്കിത്തരണം. അപ്പോൾ രക്ഷയുടെ സന്തോഷം നഷ്ടപ്പെട്ടു എന്നതിന് സ്തോത്രം അത് ഉറപ്പിക്കുകയാണ് ചെയ്യുന്നത്. പാപത്തിൽ കൂടെ തൻ്റെ രക്ഷയുടെയും സമാധാനത്തിൻ്റെയും സന്തോഷം നഷ്ടമായപ്പോൾ ദാവീദ് നിലവിളിക്കുകയാണ്, രക്ഷയുടെ സന്തോഷത്തെ എനിക്ക് മടക്കിത്തരണമേ. കർത്താവാണ് നമ്മുടെ ജീവൻ്റെ ആധാരം. ആകയാൽ പ്രിയ ദൈവവൈതലേ, ഈ ലോക ജീവിതത്തിൽ നാം ആയിരിക്കുമ്പോൾ ലൗകിക ചിന്തകൾ നമ്മെ കീഴ്പ്പെടുത്തുവാൻ സാധ്യതകൾ വളരെ കൂടുതലാണ്. നാം അതിനെ കീഴ്പ്പെടാതെ ആത്മാവിൻ്റെ ചിന്തയുള്ളവരായി വീണ്ടും ജീവൻ പ്രാപിക്കണം എന്നാണ് ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നത്. ആത്മീയ വിഷയങ്ങളിൽ നമുക്ക് സന്തോഷിക്കുവാൻ കഴിയുന്നുവോ എന്ന് നമ്മെ തന്നെ ഈ പ്രഭാതമൊന്ന് ശോധന ചെയ്ത് നോക്കണം. അല്ലെങ്കിൽ ഈ സങ്കീർത്തനക്കാരനോടുകൂടെ ചേർന്ന് നമുക്കും പ്രാർത്ഥിക്കാം. നിന്റെ ജനം നിന്നിൽ ആനന്ദിക്കേണ്ടതിന് നീ ഞങ്ങളെ വീണ്ടും ജീവിപ്പിക്കുകയില്ലയോ? ദൈവത്തോട് പറയാമോ, കർത്താവേ, ഞാൻ ജീവനോടെ ഇരുന്ന് നിന്റെ നന്മ കണ്ട് സന്തോഷിപ്പാൻ, നിന്റെ രക്ഷയുടെ സന്തോഷത്തെ അനുഭവിപ്പാൻ സ്തോത്രം, ഹല്ലേലൂയ, ഞങ്ങളെ ഒരിക്കൽ കൂടെ ജീവിപ്പിക്കണമേ. ആത്മീയ ജീവിതത്തിൽ ഞങ്ങളെ നിലനിർത്തുവാൻ കർത്താവ് നിന്റെ ആത്മാവിന് മാത്രമേ കഴിയുകയുള്ളൂ. ആകയാൽ ഈ പ്രഭാതം പണ്ടത്തെ പോൽ ഒരു നല്ല കാലത്തിനു വേണ്ടി പ്രാർത്ഥിച്ച ഭക്തനെ പോലെ സ്തോത്രം, ഇരമ്യാവ് വിലാപങ്ങളിൽ പാടുവാനിടയായി പണ്ടത്തെ പോലെ ഒരു നല്ല കാലം ഞങ്ങൾക്ക് നൽകണമേ. ജീവിക്കുവാൻ ഒരു നല്ല കാലം ആഗ്രഹിക്കുന്ന ആത്മീയമായ ഭൗതികമായ എല്ലാ നിലകളിലെ സന്തോഷം മടക്കി നൽകുവാൻ നിന്റെ ജനം നിന്നിൽ ആനന്ദിക്കേണ്ടതിന് നീ ഞങ്ങളെ വീണ്ടും ജീവിപ്പിക്കുകയില്ലയോ? ഇന്ന് പ്രഭാതം നമുക്ക് പറയാം, ജീവനോടെ ഇരുന്നു ദൈവത്തിൻ്റെ രക്ഷയെ കണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തി ദൈവത്തെ ആരാധിച്ച് സന്തോഷിക്കുവാൻ നമുക്കൊരു ആത്മീയ ജീവൻ ആവശ്യമാണ്. ആകയാൽ സ്തോത്രം, ഹല്ലേലൂയ, നമുക്ക് ദൈവസേനയിൽ പ്രാർത്ഥനയിൽ കൂടെ ഉപവാസത്തിൽ കൂടെ മാത്രമേ അത് നമുക്ക് ലഭിക്കുവാൻ കഴിയത്തുള്ളൂ. പ്രാർത്ഥനയും ഉപവാസവും ആരാധനയും ഇല്ലാത്തവർ ആത്മീയ മരണം സംഭവിച്ച് ഈ ലോക പാപത്തിൻ്റെ അടിമകളായി മ്ലേച്ഛതകൾ ജീവിക്കുമ്പോൾ ദൈവകൃപയിൽ ആശ്രയിച്ചുകൊണ്ട് നമുക്ക് ജീവിക്കുവാൻ ഇടയാകട്ടെ എന്ന പ്രത്യാശയോടുകൂടെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, സ്നേഹവാനായ ഞങ്ങളുടെ നല്ല ദൈവമേ, അനുഗ്രഹവും പ്രശാന്തവുമായ നല്ല പ്രഭാതത്തിനായി നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ അനവധി കർത്താവേ സ്തോത്രം, ഘട്ടങ്ങളും നഷ്ടങ്ങളും ഞങ്ങളുടെ ജീവിതത്തിൽ വന്നപ്പോൾ കർത്താവ്, ഞങ്ങളുടെ സന്തോഷം നഷ്ടമായപ്പോൾ, ഞങ്ങൾ നിരാശരായി തീർന്നപ്പോൾ, ആത്മഹത്യയുടെ വക്കുകളിൽ ഞങ്ങൾ എത്തിയപ്പോൾ അവിടെയൊന്നും ഞങ്ങളെ വിട്ടുകൊടുക്കാതെ വീണ്ടും ജീവിക്കുവാൻ കൃപ നൽകിയ ആ ദൈവസ്നേഹത്തിനായി നന്ദി പറയുന്നു. കർത്താവെ, ശത്രുവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് ഞങ്ങളെ തകർത്തു കളയുവാൻ അനുവദിക്കാതെ ഞങ്ങളെ ആയുസ്സും ആരോഗ്യത്തോടെ ഈ 2026 1 മാസത്തിൻ്റെ 16ാമത്തെ പ്രഭാതവും കാണുവാൻ സ്വർഗം തന്ന വിലയേറിയ ഭാഗ്യത്തിനായി സ്തോത്രം. ഈ ശബ്ദം ശ്രവിക്കുന്ന എല്ലാ ദൈവദാസന്മാരെ വാത്സല്യ കുഞ്ഞുങ്ങളെ നിറഞ്ഞ ഹൃദയത്തോടെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ആത്മീയ ഭൗതിക നന്മകൾ നൽകി മാനിക്കണം, ആദരിക്കണം, അനുഗ്രഹിക്കണം, മഹത്വം എടുക്കണം. യേശുവിൻ്റെ നാമത്തിൽ കൃപയോടെ പ്രാർത്ഥന കേൾക്കണമേ സ്വർഗീയ നല്ല പിതാവേ. ആമേൻ, ആമേൻ. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു.